ഭരണഘടനയ്ക്കെതിരെ വീണ്ടും RSS. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസ്റ്റ് മതേതര പദങ്ങൾ നീക്കണമെന്ന് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലെ. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് സർക്കാരാണ് ഈ പദങ്ങൾ എഴുതി ചേർത്തതെന്നും അംബേദ്കറുടെ ഭരണഘടനയിൽ ഈ വാക്കുകളില്ലെന്നുമാണ് ദത്താത്രേയയുടെ വിശദീകരണം. ദില്ലിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക പരിപാടിയിലാണ് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലെ ഭരണഘടനയ്ക്കെതിരെ വീണ്ടും രംഗത്തെത്തിയത്. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസ്റ്റ് മതേതര പദങ്ങൾ നീക്കണമെന്ന് ദത്താത്രേയ അഭിപ്രായപ്പെട്ടു. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് സർക്കാരാണ് ഈ പദങ്ങൾ എഴുതി ചേർത്തത്. അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയിൽ സോഷ്യലിസം, സെക്യുലർ എന്നീ പദങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നാണ് ദത്താത്രേയയുടെ വിശദീകരണം. ഭാരത് के संविधान के प्रस्तावना में प्रियम्बल में 2 शब्द जोड़े गए. लोगों को मालूम है सेक्युलरिज्म और सोशलिज्म के, वो प्रस्तावना में नहीं थे. पहले वो बाबा साहब अम्बेडकर ने नहीं बनाए हैं. इमरजेंसी में जब देश के मौलिक अधिकार नहीं थे, देश के संसद नहीं था, न्यायांग पंगु बन गया था. സോഷ്യലിസം, സെക്യുലർ വാക്കുകൾ ഭരണഘടനയിൽ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് BJP നേതാക്കളായ മുൻ രാജ്യസഭാംഗം സുബ്രഹ്മണ്യൻ സ്വാമി, അശ്വിനി കുമാർ ഉപാധ്യായ, ബൽറാം സിംഗ് എന്നിവർ നൽകിയ ഹർജികൾ സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു. ഭരണഘടനയുടെ 75ാം വാർഷികാഘോഷത്തിനിടെയായിരുന്നു BJP നേതാക്കൾ ഹർജിയുമായി എത്തിയത്. ഹിന്ദു മതരാഷ്ട്രം സ്വപ്നം കാണുന്ന RSS ഭരണഘടനയെ തിരുത്താനുള്ള നീക്കത്തിൽ നിന്നും പിന്നോട്ടു പോയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ദത്താത്രേയയുടെ പ്രസ്താവന. കൈരളി ന്യൂസ്, ദില്ലി.